ജീവിതത്തിൽ ചില വീഴ്ചകൾ അനിവാര്യമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാലഘട്ടമാണ് നോമ്പുകാലം. പിലാത്തോസിന്റെ അരമന മുതൽ കാൽവരി മല വരെയുള്ള ഈശോയുടെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ ഏകദേശം 3 തവണ ഈശോ വീഴുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വീഴ്ചകളില്ലാത്തവരായി ആരുമില്ല. പക്ഷെ ഓരോ വീഴ്ചയും നമുക്ക് തരുന്ന പാഠം, ഓരോ വീഴ്ചയിൽ നിന്നും ഞാൻ എപ്രകാരം എഴുന്നേൽക്കുന്നു എന്നതാണ്. കാൽവരി മല ലക്ഷ്യമിടുന്ന ആർക്കും ഓരോ വീഴ്ചയും പരാജയങ്ങളല്ല, മറിച്ച് പാഠങ്ങളാണ്. ഇതുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈശോയുടെ കാൽവരി മലയിലുള്ള വീഴ്ചകളെ എപ്രകാരം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ വീഴ്ചകളുമായി താതാത്മ്യപ്പെടുത്താൻ സാധിക്കും എന്നതാണ്. ഇതിന് ഏറ്റവും ബഹുലമായൊരു ഉദാഹരണമാണ് കുരിശിന്റെ വഴി പുസ്തകത്തിലെ 3-ാം സ്ഥലത്തിലെ അവസാനത്തെ പ്രാർത്ഥന. അതിപ്രകാരമാണ്: കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന്. നിയന്ത്രിക്കാൻ പറ്റാത്ത വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.